ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. 2019 സ്കീം എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് സെക്കൻഡ് സെമസ്റ്റർ MAT 102 എന്ന സബ്ജക്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുന്നതെല്ലാം എക്സാമിനേഷൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്സ് ആണ്. ടാൻജന്റ് ലൈൻസ് ആയാലും ശരി, അതിനുശേഷം പഠിച്ച കമ്പോണൻസ് ഓഫ് ആക്സിലറേഷൻ ആയാലും ശരി, എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ദെൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഗ്രേഡിയന്റ് ആയിരുന്നു. ഗ്രേഡിയന്റ് ഓഫ് എ സ്കെയിലാർ ഫീൽഡ് ആയിരുന്നു. അതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഈ ക്ലാസ്. ഇപ്പൊ ഗ്രേഡിയന്റ് ഓഫ് സ്കെയിലാർ ഫീൽഡിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസും കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ഡയറക്ഷണൽ ഡെറിവേറ്റീവ്, അതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് വളരെ വിരളമാണ്, ഇല്ലെന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എക്സാമിനേഷന് ഉണ്ടാവും. സോ അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അതിനുശേഷം ഡിസ്കസ് ചെയ്യാം. ക്ലിയർ? അപ്പൊ നമുക്ക് നേരെ ഗ്രേഡിയന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഫൈൻഡ് എ വെക്ടർ നോർമൽ ടു ദ സർഫസ്. അപ്പം ആ ഒരു സെന്റൻസ് വായിക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരണം, വെക്ടർ നോർമൽ ടു ദ സർഫസ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഡെൽ എഫ് ആണ്. വെക്ടർ നോർമൽ ടു ദി സർഫസ് തന്നെ എന്താണ്? ഡെൽ എഫ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിച്ചതാണ്. സോ എഫ് തന്നിട്ടുണ്ട്, നമുക്ക് ഡെൽ എഫ് കണ്ടുപിടിക്കണം. സോ നമുക്ക് ഫോർമുല അങ്ങ് എഴുതി കണ്ടുപിടിച്ചിട്ടുണ്ട കാര്യമുള്ളൂ. സോ ഡെൽ എഫ് എന്താണ്? ഡെൽ എഫ് ഇസ് ഈക്വൽ ടു എഫ് എക്സ് ഐ പ്ലസ് എഫ് വൈ ജെ പ്ലസ് എഫ് ഇക്സഡ് കെ. ഫോർമുല എല്ലാം കറക്റ്റ് ആയിട്ട് അറിയാം. സോ ദിസ് ഈസ് ഈക്വൽ ടു എഫ് എക്സ്. എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇയാളെ എക്സ് വെച്ച് മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ ഇ റൈസ് ടു മൈനസ് 4π എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. സീക് സ്ക്വയർ ഇല്ല, സീക്കേ ഉള്ളു കേട്ടോ. സീക് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? സീക് എക്സിന്റെ ഡെറിവേറ്റീവ് സീക് എക്സ് ടാൻ എക്സ് പഠിച്ചിട്ടുണ്ട്. സീക് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? സീക് എക്സ് ടാൻ എക്സ്. അപ്പൊ സീക് ഓഫ് ഇയാളുടെ ഡെറിവേറ്റീവ് എന്ത് വരും? സീക്, ആ ആംഗിൾ അതേപോലെ തന്നെ എഴുതുക, എക്സ് സ്ക്വയർ വൈ എക്സഡ്. ടാൻ ആംഗിൾ അതേപോലെ തന്നെ എഴുതുക, എക്സ് സ്ക്വയർ വൈ എക്സഡ്. നമുക്കറിയാം സീക് എക്സിന്റെ ഡെറിവേറ്റീവ് സീക് എക്സ് ടാൻ എക്സ് ആണ്. ആ എക്സ് കാണുന്നിടത്ത് ഇവർ പറഞ്ഞിരിക്കുന്ന ആംഗിൾ എഴുതി. കഴിഞ്ഞില്ല. അക്കോർഡിംഗ് ടു ചെയിൻ റൂൾ പുറത്ത് കിടക്കുന്ന ഫംഗ്ഷന്റെ ഡിഫറൻഷിയേഷൻ കഴിഞ്ഞു. ഇനി അകത്ത് കിടക്കുന്ന ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എക്സ് സ്ക്വയർ വൈ എക്സഡിനെ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ശരിയല്ലേ? സോ വിത്ത് റെസ്പെക്ട് ടു എന്താണ്? എക്സ് ആണ്. അപ്പൊ എക്സ് വെച്ചിട്ട് വേണം ഞാൻ എക്സ് സ്ക്വയർ വൈ എക്സഡിനെ എന്ത് ചെയ്യാൻ? ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. ശരിയല്ലേ? അപ്പം എക്സ് സ്ക്വയർ മാത്രമേ ഉള്ളൂ ഫംഗ്ഷൻ, വൈ എക്സഡ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എക്സ് സ്ക്വയറിനെ മാത്രം എനിക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് 2x, വൈ എക്സഡ് ഞാൻ അതേപോലെ തന്നെ എഴുതണം. കറക്റ്റ് ആയിട്ട് മനസ്സിലായോ? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ബേസിക് ഡിഫറൻഷിയേഷൻ. സീക് എക്സ് ഡെറിവേറ്റീവ് സീക് എക്സ് ടാൻ എക്സ് ഇൻറ്റു അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയതുകൊണ്ട് എക്സ് ഉള്ളവരെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് 2x, ബാക്കി വൈ എക്സഡ് അതേപോലെ തന്നെ എഴുതി. ഐ പ്ലസ് ഇനി എന്ത് ചെയ്യണം? ഇയാളെ y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എഫ് ഐ എന്ന് പറഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ വൈ ആണ്. ഇയാളെ y വെച്ച് മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇ റൈസ് ടു മൈനസ് 4π കോൺസ്റ്റന്റ് ആണ്, മാറ്റി നിർത്തി. സീക്കൻഡ് ഡെറിവേറ്റീവ് സീക് എക്സ് ടാൻ എക്സ്, എക്സിന്റെ പ്ലേസിൽ കറസ്പോണ്ടിങ് ആംഗിൾ എക്സ് സ്ക്വയർ വൈ എക്സഡ് ടാൻ എക്സ് സ്ക്വയർ വൈ എക്സഡ്. ദെൻ കഴിഞ്ഞില്ല. ഇനി എന്ത് ചെയ്യണം? അകത്ത് കിടക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ എന്താണ്? എക്സ് സ്ക്വയർ വൈ എക്സഡ്. അയാളുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പം y മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. എക്സ് സ്ക്വയർ എക്സഡ് കോൺസ്റ്റന്റ് ആണ്, അവരെ മാറ്റി നിർത്തി. വൈയുടെ ഡെറിവേറ്റീവ് എന്തായി പോകും? 1 ആയി പോകും. ശരിയല്ലേ? വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y 1 ആയി പോകും. ക്ലിയർ ആണല്ലോ? ജെ അപ്പൊ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നുള്ള ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. പ്ലസ് ഇനി ഇയാളെ ഇക്സഡ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ ഇ റൈസ് ടു മൈനസ് 4π എന്ന് പറയുന്നത് അവിടെ കോൺസ്റ്റന്റ് ആണ്, മാറ്റി നിർത്തി. സീക് എക്സ് ഡെറിവേറ്റീവ് സീക് എക്സ് ടാൻ എക്സ്. അപ്പൊ അതേപോലെ തന്നെ സീക് എക്സ് സ്ക്വയർ വൈ എക്സഡ് ടാൻ എക്സ് സ്ക്വയർ വൈ എക്സഡ്. കഴിഞ്ഞില്ല. അകത്ത് കിടക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഇനി എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ ആരാണ്? എക്സ് സ്ക്വയർ വൈ എക്സഡ്. അയാളുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഇക്സഡ്. അപ്പൊ ഇക്സഡ് ഉള്ളവരെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. എക്സ് സ്ക്വയർ വൈ കോൺസ്റ്റന്റ് ആണ്, അയാളെ ഞാൻ മാറ്റി നിർത്തി. ഇക്സഡിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഇക്സഡ് എന്തായി? 1 ആയി പോയി. ക്ലിയർ ആണല്ലോ? അത്ര എന്താണ്? കെ, എഫ് ഇക്സഡ് കെ. സോ ദിസ് ഈസ് ദ സൊല്യൂഷൻ. ഈ ഒരു ഡിഫറൻഷിയേഷൻ ചെയ്യാന്നുള്ളത് മാത്രമേ അവർ ഉദ്ദേശിച്ചിട്ടുള്ളൂ. സോ എഫ് എക്സ് ഐ പ്ലസ് എഫ് ഐ ജെ പ്ലസ് എഫ് ഇക്സഡ് കെ. വേണമെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടെ എഴുതാം. എല്ലാ ടേംസിലും ഇ റൈസ് ടു മൈനസ് 4π സീക് ഓഫ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ എക്സഡ് ടാൻ ഓഫ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ എക്സഡ് കോമൺ ആണ്. അപ്പൊ അതിനെ കോമൺ എടുത്തിട്ട് ബാക്കിയുള്ള ഇവന്മാരെ വെച്ചിട്ട് ഒരു വെക്ടർ വേണമെങ്കിൽ എനിക്ക് എഴുതാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ വരെ എഴുതിയാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ ആണല്ലോ? സോ അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, ഫൈൻഡ് എ വെക്ടർ നോർമൽ ടു ദ സർഫേസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഡെൽ എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുന്നിടത്താണ്
ഡെൽ എഫ് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഗ്രേഡിയന്റ് കണ്ടുപിടിക്കാനോ ഒന്നും നമ്മളോട് പറയുന്നില്ല. അപ്പൊ ഫൈൻഡ് എ വെക്ടർ നോർമൽ ടു ദ സർഫസ് എന്ന് പറയുമ്പോൾ അത് ഡെൽ എഫ് ആണെന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ വിജയം. അത് മനസ്സിലാക്കുന്നിടത്താണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ബാക്കി ബേസിക് ഡിഫറൻഷിയേഷൻ, കാരണം ഇവിടെ നിങ്ങൾ പഠിക്കുന്ന പുതിയ കാര്യം അതാണ്. ഡിഫറൻഷിയേഷൻ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ ആണല്ലോ. സോ അപ്പൊ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഫൈൻഡ് എ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഇൻ വിച്ച് എഫ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി അറ്റ് പി ആൻഡ് ഫൈൻഡ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പി ഇൻ ദ ഡയറക്ഷൻ വെയർ എഫ് ഈസ് ഈക്വൽ ടു 3x മൈനസ് ലോഗ് y ആൻഡ് p ഈസ് ഈക്വൽ ടു 2,4. അപ്പൊ ഞാൻ അതിനൊരു നോട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് ഓൾറെഡി ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എഫ് ഇൻക്രീസസ് എന്ന് പറഞ്ഞാൽ അതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് മോഡുലസ് ഓഫ് ഡെൽ എഫ് ആണ്. എഫ് ഡിക്രീസസ് എന്ന് പറഞ്ഞാൽ അതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് മൈനസ് മോഡുലസ് ഓഫ് ഡെൽ എഫ് ആണ്. അപ്പൊ നിങ്ങൾ സൈഡിൽ ഒന്ന് നോട്ട് ചെയ്തിടുക. എഫ് ഇൻക്രീസസ് എന്ന് പറഞ്ഞാൽ അതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് മോഡുലസ് ഓഫ് ഡെൽ എഫ്. എഫ് ഡിക്രീസസ് എന്ന് പറഞ്ഞാൽ അതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് മൈനസ് മോഡുലസ് ഓഫ് ഡെൽ എഫ് ആണ്. അപ്പൊ നമ്മളോട് അവർ എന്ത് കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്? യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണം. ഇൻ ഡയറക്ഷൻ ഓഫ് എഫ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി അറ്റ് പി ആൻഡ് ഫൈൻഡ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പി ഇൻ ദാറ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നതാണ് ഡെൽ എഫ്. കാരണം ഡെൽ എഫ് എടുക്കാനുള്ള കാരണം എന്താണ്? ഇൻക്രീസസ് എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ എന്തെടുക്കും? ഡെൽ എഫ് എടുക്കും. സപ്പോസ് എക്സാമിന് ഡിക്രീസസ് ആയിരുന്നു എങ്കിൽ ഞാൻ എന്തെടുക്കേണ്ടി വന്നേനെ? മൈനസ് ഡെൽ എഫ് എടുക്കേണ്ടി വന്നേനെ. അപ്പൊ ആ ഒരു വ്യത്യാസം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ യൂണിറ്റ് വെക്ടർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിനു മുമ്പ് എനിക്ക് വെക്ടർ കണ്ടുപിടിക്കണം. വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഡെൽ എഫ്. ഡെൽ എഫ് എങ്ങനെ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? എഫ് എക്സ് ഐ പ്ലസ് എഫ് വൈ ജെ പ്ലസ് എഫ് ഇക്സഡ് കെ. സോ ആൻസർ സ്റ്റാർട്ട് ചെയ്യാം. എഫ് എക്സ് വൈ പ്ലസ് എഫ് എക്സ് ഐ പ്ലസ് എഫ് ഐ ജെ പ്ലസ് എഫ് ഇക്സഡ് കെ. സോ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഓൺലി. ഇപ്പൊ 3 ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1, ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് 0 ആണ്, കാരണം അവിടെ എക്സ് ഇല്ല. ഐ പ്ലസ് എഫ് ഐ എന്ന് പറയുമ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു വൈ ഓൺലി. 3x ഡെറിവേറ്റീവ് 0 ആണ്, കാരണം അവിടെ y ഇല്ല. മൈനസ് ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് 1/y. സംശയമൊന്നുമില്ലല്ലോ. ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് 1/y ജെ പ്ലസ് എഫ് ഫിക്സഡ്. അപ്പൊ ഇതിനകത്ത് എക്സഡ് എന്ന് പറയുന്ന ടേമേ ഇല്ല. അപ്പം മൊത്തത്തിൽ കോൺസ്റ്റന്റ് ആണ്, ഡെറിവേറ്റീവ് 0 ആണ്, കെ. ക്ലിയർ അല്ലേ? സോ ദാറ്റ് ഈസ് 3i പ്ലസ് മൈനസും മൈനസ് 1/y ജെ. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? വെക്ടർ കിട്ടി. അറ്റ് ദ പോയിന്റ് എന്ത് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ? 2,4. സോ ഡെൽ എഫ് അറ്റ് 2,4 എന്ന് പറയുമ്പോൾ x ഈക്വൽ ടു 2, y ഈസ് ഈക്വൽ ടു 4. സംശയമൊന്നുമില്ലല്ലോ. ജനറലി പോയിന്റ് നമ്മൾ x, y എന്നുള്ള രീതിയിലാണ് പറയുന്നത്. നേരത്തെ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തോരും? x കൊടുക്കാനില്ല നമുക്ക്, അപ്പൊ 3i തന്നെ എഴുതിയാൽ മതി. y മാത്രമേ നമുക്ക് കൊടുക്കാനുള്ളൂ. y-യുടെ പ്ലേസിൽ എന്ത് കൊടുക്കണം? 4 കൊടുക്കണം, j. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? ഇപ്പം ഡെൽ എഫ് കിട്ടി. യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മോഡുലസ് ഓഫ് ഡെൽ എഫ് വേണം, അല്ലെ? ഡെൽ എഫ് ബൈ മോഡുലസ് ഓഫ് ഡെൽ എഫ് ആണ് യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? മോഡുലസ് ഓഫ് ഡെൽ എഫ് കണ്ടുപിടിക്കണം. ആ മോഡുലസ് ഓഫ് ഡെൽ എഫ് തന്നെയാണ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പൊ നമുക്ക് ആദ്യമേ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞത് എഴുതാം. സോ എഫ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി അറ്റ് ബി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പി ഇൻ ദാറ്റ് ഡയറക്ഷൻ. അഥവാ നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി. നെക്സ്റ്റ് സ്റ്റെപ്പ് എഴുതുക റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പി എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഡെൽ എഫ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽ എഫ് നമ്മുടെ കയ്യിലുണ്ട്. മോഡുലസ് ഓഫ് ഡെൽ എഫ് കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. റൂട്ട് ഓഫ് 3 സ്ക്വയർ എന്താണ്? 9 പ്ലസ് മൈനസ് 1/4 സ്ക്വയർ എന്താണ്? പ്ലസ് 1/16. സംശയമൊന്നുമില്ലല്ലോ. 3യുടെ സ്ക്വയർ 9 മൈനസ് 1/4 സ്ക്വയർ പ്ലസ് 1/16. മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 9 6 54 4 ശിഷ്ടം 5 9 5 14 പ്ലസ് 1/16. സോ റൂട്ട് ഓഫ് 145 145/16. റൂട്ട് 16 എനിക്ക് എങ്ങനെ എഴുതാം? 4 എന്ന് എഴുതാം. ഇപ്പൊ റൂട്ട് ഓഫ് എ ബൈ ബി ഫോം ആണ്, അതിനെ റൂട്ട് എ ബൈ റൂട്ട് ബി എന്ന് എഴുതാം. ഇപ്പൊ റൂട്ട് 145 ബൈ റൂട്ട് 16 വരും. റൂട്ട് 16 എന്താണ്? 4. സോ ദ ആൻസർ ഈസ് റൂട്ട് 145/4. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? അവർ ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പി എന്താണ്? റൂട്ട് 145/4 ആണ് നമ്മുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പി.
ഇനി നമ്മുടെ യൂണിറ്റ് വെക്ടർ. ഇപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ എഴുതണം യൂണിറ്റ് വെക്ടർ ഇസ് ഈക്വൽ ടു del f divided by modulus of del f. കാരണം del f വെക്ടർ ആണ്, യൂണിറ്റ് ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ അതിന്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്ന് നമുക്കറിയാം. സോ യൂണിറ്റ് വെക്ടർ ഇസ് ഈക്വൽ ടു del f by modulus of del f, that is equal to del f നമ്മുടെ കയ്യിലുണ്ട് 3i minus 1/4j that divided by modulus of del f എന്താണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, √145/4. √145 divided by എന്താണ് 4. ഇവിടെ വരെ എഴുതിയിട്ടാൽ മതി. വേണമെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം, ഈ 4 നമുക്ക് മേളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ശരിയല്ലേ? 4 മേളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 into 3i minus 1/4j divided by √145. സംശയമൊന്നുമില്ലല്ലോ. ഈ 4 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 3 into 4 12i minus 4 കട്ടായാൽ ബാക്കി j മാത്രമേ ഉള്ളൂ, ഡിവൈഡഡ് ബൈ √145. സോ ഇതാണ് നമ്മുടെ യൂണിറ്റ് വെക്ടർ. ക്ലിയർ? യൂണിറ്റ് വെക്ടർ ആണ് ഇത്. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കണം? 1 ആയിരിക്കണം. അത് വേണമെങ്കിൽ നമ്മുടെ മനസ്സിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. √12ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? √a² + b². 12² 144 + 1 √145 by √145 1 കിട്ടും. ഓക്കെ, ഇപ്പൊ നമ്മൾ ചെയ്ത കറക്റ്റ് ആണെന്ന് നമുക്ക് അങ്ങനെ ഉറപ്പിക്കാനും പറ്റും. ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ അപ്പൊ നമ്മൾ ഗ്രേഡിയന്റ് റിലേറ്റ് ചെയ്യുന്ന അത്യാവശ്യം നല്ല കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇനി നേരെ നമുക്ക് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്, ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. അതിന്റെ തിയററ്റിക്കൽ കൺസെപ്റ്റ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. അതൊന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ പ്രോബ്ലംസിലേക്ക് കയറാം. സോ അപ്പൊ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഓൾറെഡി നിങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞ കാര്യമാണ് തിയററ്റിക്കലി എന്താണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. അപ്പൊ നമുക്ക് അത് ഹെഡിങ് കൊടുത്ത് അതിന്റെ തിയററ്റിക്കൽ കൺസെപ്റ്റ്സ് ഒന്ന് എഴുതിയിട്ട് നമുക്ക് അതിന്റെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. വെരി വെരി ഇമ്പോർട്ടന്റ് ഫോർ യുവർ എക്സാം. കാരണം ഇതിന്റെ ക്വസ്റ്റ്യൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ വളരെ കുറവാണ്, ഇല്ലെന്ന് തന്നെ പറയാം. കാരണം തീർച്ചയായിട്ടും ഡയറക്ഷണൽ ഡെറിവേറ്റീവ് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ എക്സാമിനേഷൻ ഉണ്ടാവും. അത് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉറപ്പാണ്, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ ഈ ഒരു തിയറി പഠിപ്പിച്ചതിന് ശേഷം യൂണിവേഴ്സിറ്റി എക്സാമിന് തന്നെ ചോദിച്ചിട്ടുള്ള 3 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങളെ ചെയ്യിപ്പിക്കാൻ പോകുന്നത്. സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് ആയിട്ടുള്ള 3 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. അതിനകത്ത് തന്നെ 5 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, 3 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. സോ അപ്പൊ നമുക്ക് നേരെ ഇതിന്റെ തിയററ്റിക്കൽ കൺസെപ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ട് അതിന്റെ പ്രോബ്ലത്തിലേക്ക് കയറാം. അപ്പൊ നിങ്ങൾ ഹെഡിങ് കൊടുക്കുക ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. നമുക്ക് വേണമെങ്കിൽ ബ്രാക്കറ്റിൽ DD ഇടാം, ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. ഓക്കെ, എഴുതിക്കോളൂ. ഡയറക്ഷണൽ ഡെറിവേറ്റീവ് of a function directional derivative of a function f of x y z, directional derivative of a function f of x y z in the direction of അല്ലെങ്കിൽ along the direction of എന്ന് പറയാം, in the direction of vector a, that is denoted as directional derivative of a function in the direction of vector a is calculated by using the formula del f dot a cap. a cap എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടർ ആണ്. അതിനെ വേണമെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? del f dot vector a divided by modulus of vector a. del f dot vector a divided by മോഡുലസ് ഓഫ് വെക്ടർ എ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. എക്സാമിന് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് എഴുതേണ്ടി വരും, ഉറപ്പാണ്. അപ്പൊ ഈ ഒരു സംഭവം ബോക്സിനകത്താക്കി ഇടണം. സോ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ ഇൻ ദി ഡയറക്ഷൻ ഓഫ് വെക്ടർ എ is calculated by using the formula gradient of that function dot unit vector, that is unit vector of vector a, that is a cap. ക്ലിയർ ആണല്ലോ? അതായത് del f dot a cap, അതായത് del f dot vector a by modulus of vector a. ക്രിസ്റ്റൽ ക്ലിയർ. ഇവിടെ നമ്മൾ എടുക്കുന്നത് ഡോട്ട് പ്രോഡക്റ്റ് ആണ്. del f ചെയ്യുമ്പോൾ ഗ്രേഡിയന്റ് ചെയ്യുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഒരു വെക്ടർ ആണ് കിട്ടുന്നത്. ആ വെക്ടർ ഡോട്ട് ആൻഡ് അനദർ വെക്ടർ എന്ന് പറയുന്നത് എ സ്കെയിലാർ. എ വെക്ടർ ഡോട്ട് എ വെക്ടർ ഈസ് എ സ്കെയിലാർ. അത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാവുന്ന കാര്യമാണ്. ബട്ട് എ വെക്ടർ ക്രോസ് എ വെക്ടർ ഈസ് എ വെക്ടർ. അതൊക്കെ ഓർത്ത് വെക്കുക, കാരണം പിന്നീട് ഡൈവർജൻസും കേളും ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് യൂസ് വരുന്ന സംഭവമാണ് അതൊക്കെ. സോ അപ്പൊ നമ്മൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ ഫോർമുല നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. ഇതാണ് നമ്മൾ എക്സാമിന് യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. വെക്ടർ എ അവർ ക്വസ്റ്റിനകത്ത് തരുന്നുണ്ടാവും, del f തരുന്നുണ്ടാവും. del f അറ്റ് എ പോയിന്റ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം.
എ ബൈ മോഡ് എ കണ്ടുപിടിക്കാൻ അറിയാം, ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാനും അറിയാം. അത്രേ ഉള്ളൂ പരിപാടി. ഒരു സ്കെയിലാർ ഉത്തരം കിട്ടും. അതാണ് സംഭവം. നമുക്ക് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാനും പറ്റും. പിന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ്, ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഓർത്തിരിക്കണം, മാക്സിമം വാല്യൂ ഓഫ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. മാക്സിമം വാല്യൂ ഓഫ് ഞാൻ ഡി ഡി മാക്സ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ വീഡിയോയിൽ എഴുതി തന്നതാണ്. മാക്സിമം വാല്യൂ ഓഫ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. മാക്സിമം വാല്യൂ ഓഫ് ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ മാക്സിമം വാല്യൂ, ഡയറക്ഷണൽ ഡെറിവേറ്റീവ് മാക്സ് എന്ന് പറയുന്നത് എന്താണ്? മോഡുലസ് ഓഫ് ഡെൽ എഫ്. മോഡുലസ് ഓഫ് ഡെൽ എഫ് ആണ് മാക്സിമം വാല്യൂ ഓഫ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ തൽക്കാലം അറിഞ്ഞിരിക്കുക. നമുക്കിനി അതിന്റെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. സോ അപ്പൊ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഡയറക്ഷണൽ ഡെറിവേറ്റീവിനകത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ വൈ മൈനസ് വൈ ഇക്സെഡ് ക്യൂബ് പ്ലസ് ഇക്സെഡ് അറ്റ് ദ പോയിന്റ് 1 - 2 0 ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഒരു വെക്ടർ നമുക്ക് തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ചോദിക്കുമ്പോൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ ഫോർമുല എഴുതണം. Directional derivative of the function in the direction of vector A is calculated by using the formula del f A by mod A. ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാവുന്ന കാര്യമാണ്, del f dot A by mod A. അപ്പൊ ഈ ഫോർമുല ആദ്യമേ നമ്മൾ വൃത്തിയായിട്ട് അങ്ങോട്ട് എഴുതി വെക്കണം. ഫോർമുലയുടെ മാർഗ്ഗം നമുക്ക് നേരെയും കിട്ടിക്കോളും. ഇനി നമ്മൾ എന്തൊക്കെ തന്നിട്ടുണ്ട്? എല്ലാം തന്നിട്ടുണ്ട്. പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്, വെക്ടർ എ തന്നിട്ടുണ്ട്. അവർ തന്നിട്ടുള്ള ഇൻ ദ ഡയറക്ഷൻ എന്ന് പറയുന്ന തരുന്ന വെക്ടർ ആണ് വെക്ടർ എ. അപ്പൊ വെക്ടർ എ നമ്മൾ സൈഡിലോട്ട് ഒന്ന് എഴുതിയിടുക. വെക്ടർ എ is equal to എന്താണ്? 2i plus j minus 2k. വെക്ടർ എ is equal to എന്താണ്? 2i plus j minus 2k ആണ് വെക്ടർ എ എന്ന് പറയുന്നത്. നമുക്ക് എന്ത് വേണം? മോഡുലസ് ഓഫ് വെക്ടർ എ വേണം. സോ മോഡുലസ് ഓഫ് വെക്ടർ എ കണ്ടുപിടിച്ച് വെക്കുക. റൂട്ട് ഓഫ് 2 സ്ക്വയർ 4, 1 സ്ക്വയർ 1, മൈനസ് 2 സ്ക്വയർ 4, 4 4 8 1 9. ആൻസർ എന്ത് കിട്ടി? 3 കിട്ടി. സോ അപ്പൊ എനിക്ക് എന്ത് കിട്ടി? 3 കിട്ടി ഒരു ആൻസർ. അതായത് മോഡ് എ എന്ന് പറയുന്നത് എനിക്ക് എന്ത് കിട്ടി? 3 കിട്ടി. അപ്പൊ വെക്ടർ എ ആയി, മോഡ് എ ആയി. ഇനി എനിക്ക് ഡെൽ എഫ് വേണം. ഓക്കെ, ഡെൽ എഫിന്റെ പരിപാടി നോക്കാം. ഡെൽ എഫിന്റെ ഫോർമുല എന്താണ്? എല്ലാം പഠിച്ച കാര്യങ്ങളാണ്, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ. എഫ് എക്സ് ഐ പ്ലസ് എഫ് ഐ ജെ പ്ലസ് എഫ് ഇക്സഡ് കെ. ക്ലിയർ? സോ ദിസ് ഈസ് ഈക്വൽ ടു എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഇക്സഡ്. അത് സൈഡിലൊന്ന് എഴുതിയിടാം. ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഇക്സഡ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ വൈ മൈനസ് വൈ ഇക്സഡ് ക്യൂബ് പ്ലസ് എന്താണ്? ഇക്സഡ്. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഇക്സഡ്. നമുക്ക് എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഓൺലി. അപ്പൊ എക്സ് ഉള്ളവരെ മാത്രം ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താവും? 2x. വൈ കോൺസ്റ്റന്റ് ആണ്. ഇവിടെ എക്സ് കാണുന്നില്ല, ഡെറിവേറ്റീവ് 0. ഇവിടെ എക്സ് കാണുന്നില്ല, ഡെറിവേറ്റീവ് 0. ഐ എഫ് ഐ എന്ന് പറഞ്ഞാൽ y മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി, ബാക്കി എല്ലാവരും കോൺസ്റ്റന്റ് ആണ്. എക്സ് സ്ക്വയർ വൈയുടെ ഡെറിവേറ്റീവ് എന്താണ്? വൈയുടെ ഡെറിവേറ്റീവ് 1 ആയി പോകും, ശരിയല്ലേ? വൈയുടെ ഡെറിവേറ്റീവ് 1 ആയി പോകും. മൈനസ് ഈ വൈയുടെ ഡെറിവേറ്റീവ് 1 ആയി പോകും. ബാക്കി എന്തുണ്ട്? ഇക്സഡ് ക്യൂബ്, ശരിയല്ലേ? വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y 1 ആണ്. ജെ പ്ലസ് എഫ് ഇക്സഡ് എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു ഇക്സഡ്. ഇക്സഡ് വെച്ച് മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ബാക്കി എല്ലാവരും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇവിടെ ഇക്സഡ് ഇല്ല, ഡെറിവേറ്റീവ് 0 ആയി പോകും. ഇവിടെ ഇക്സഡ് ഉണ്ട്. ഇക്സഡ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 3 ഇക്സഡ് സ്ക്വയർ, ശരിയല്ലേ? ഒരു മൈനസ് ഉണ്ട്. ഇക്സഡ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 3 ഇക്സഡ് സ്ക്വയർ. y എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്, മാറ്റി നിർത്തി. ഓക്കെ ആണല്ലോ? പ്ലസ് ഇക്സഡിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1. സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ. ഇക്സഡിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഇക്സഡ് എന്തായി? 1 ആയി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഡെൽ എഫ് കിട്ടി. പക്ഷെ നമുക്ക് ഡെൽ എഫ് അറ്റ് ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. ആ പോയിന്റിലുള്ള ഡെൽ എഫ് വേണം എനിക്ക് കണ്ടുപിടിക്കാൻ. സോ ഡെൽ എഫ് അറ്റ് പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് വൈ ഇക്സഡ് എന്നുള്ള രീതിയിലാണ് പോയിന്റ് നമുക്കറിയാലോ. സോ എക്സിന് പകരം 1, എക്സ് ഈക്വൽ ടു 1, വൈ ഇസ് ഈക്വൽ ടു -2, ഇക്സഡ് ഇസ് ഈക്വൽ ടു എന്താണ്? 0. സംശയമൊന്നുമില്ലല്ലോ? സോ ദിസ് ഈസ് ഈക്വൽ ടു എക്സ് കാണുന്നിടത്തെല്ലാം ഞാൻ 1 കൊടുക്കണം, വൈ കാണുന്നിടത്തെല്ലാം -2 കൊടുക്കണം, ഇക്സഡ് കാണുന്നിടത്തെല്ലാം 0 കൊടുക്കണം. സംശയമൊന്നുമില്ലല്ലോ? അപ്പൊ 2 ഇൻറ്റു എക്സ് കണ്ടു ഞാൻ 1 കൊടുത്തു, വൈ കണ്ടു -2 കൊടുത്തു, ഐ പ്ലസ് എക്സ് കണ്ടു 1 കൊടുത്തു, ദാറ്റ് ഈസ് 1 സ്ക്വയർ. ഇക്സഡ് കണ്ടു 0 കൊടുക്കണം, അപ്പൊ 0 ക്യൂബ് എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. ജെ പ്ലസ് -3 ഇൻറ്റു ഇക്സഡ് സ്ക്വയർ. ഇക്സഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 0 സ്ക്വയർ. 0 സ്ക്വയർ 0 ആണ്. ഇൻറ്റു വൈ എന്താണ്? -2. അപ്പൊ ഇതൊക്കെ 0 ആയി പോകും. ഇതൊക്കെ അടുത്ത സ്റ്റെപ്പിൽ പോകാനുള്ള ആൾക്കാർ. മൾട്ടിപ്ലൈഡ് ബൈ 0 0 തന്നെയല്ലേ?
പ്ലസ് എന്ത് കിടപ്പുണ്ട്, ഒരു 1 കിടപ്പുണ്ട്, k. ഓക്കെ ആണല്ലോ. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 into -2 എന്താണ്, -4i പ്ലസ് 1 square 1 തന്നെയാണ്. 1j എന്ന് പറയുന്നത് എന്താണ്, j. ഈ ടേം 0 ആയിപ്പോയി കാരണം നടുക്ക് ഒരു 0 കിടപ്പുണ്ട്. പ്ലസ് 1k എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമേ ഉള്ളൂ, k മാത്രമേ ഉള്ളൂ. സോ -4i പ്ലസ് j പ്ലസ് k. ഓക്കെ ആണല്ലോ. അതാണ് നമ്മുടെ ഡെൽ എഫ്. അപ്പൊ ഡെൽ എഫ് ആയി, വെക്ടർ എ ആയി, മോഡുലസ് ഓഫ് വെക്ടർ എ ആയി. ഇനി ഡയറക്ഷൻ ഡെറിവേറ്റീവിന്റെ ഫോർമുലയിലോട്ട് ഇവന്മാരെ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുന്നതാണ് സൊല്യൂഷൻ. സോ ആ സൊല്യൂഷനിലേക്ക് കയറാം. ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ എ ഈസ് ഈക്വൽ ടു ഡെൽ എഫിന്റെ പ്ലേസിൽ എനിക്ക് ഇനി എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇപ്പൊ കണ്ടുപിടിച്ചത് എന്റെ ഈ ഉത്തരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -4i പ്ലസ് ജെ പ്ലസ് കെ ഡോട്ട് വെക്ടർ എയുടെ പ്ലേസിൽ എനിക്ക് എന്ത് കൊടുക്കാം, ക്വസ്റ്റ്യന് തന്നിട്ടുള്ള വെക്ടർ 2i പ്ലസ് ജെ മൈനസ് 2k സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡിവൈഡഡ് ബൈ എന്ത് കിടപ്പുണ്ട്, ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ എന്താണ്, 3. സംശയമൊന്നുമില്ലല്ലോ. ഈ മുകളിലത്തെ രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാം. രണ്ട് വെക്ടേഴ്സ് ഇങ്ങനെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നത്, ഐയുടെ കോഎഫിഷ്യൻസ് ഗുണിക്കണം പ്ലസ് ജെയുടെ കോഎഫിഷ്യൻസ് ഗുണിക്കണം പ്ലസ് കെയുടെ കോഎഫിഷ്യൻസ് ഗുണിക്കണം. a1 b1 പ്ലസ് a2 b2 പ്ലസ് a3 b3. 2 into -4 എന്താണ്, -8 പ്ലസ് 1 into 1 എന്ത് തന്നെയാണ്, 1 തന്നെയാണ് പ്ലസ് 1 into -2 എന്താണ്, -2 ഡിവൈഡഡ് ബൈ എന്താണ്, 3. ഓക്കെ. -8 -2 എന്ന് പറയുന്നത് എന്താണ്, -10 പ്ലസ് 1 ബൈ 3. -10 പ്ലസ് 1 എന്താണ്, -9 ബൈ 3. -9 ബൈ 3 എന്താണ്, -3. സോ അപ്പൊ നമ്മുടെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് വെക്ടർ എ എന്ത് കിട്ടി, -3 കിട്ടി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എക്സാമിനേഷന് വളരെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. തീർച്ചയായും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 100% പ്രതീക്ഷിക്കാം. സോ അപ്പൊ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഫൈൻഡ് ദി ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് f of xy is equal to e raised to x sec y at the point p 0 pi by 4 in the direction of vector pq where q is the origin. അപ്പം വെക്ടർ പി ക്യൂ എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ആ വെക്ടർ നമുക്ക് കണ്ടുപിടിക്കണം. ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ എ. അപ്പൊ ആ വെക്ടർ കഴിഞ്ഞ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ആ വെക്ടർ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ ഒരു വെക്ടർ കണ്ടുപിടിക്കാം. സോ പി എന്നുള്ള പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. പി എന്നുള്ള പോയിന്റ് എന്താണ്, ആൻസർ സ്റ്റാർട്ട് ചെയ്യാം. പി എന്ന് പറയുന്ന പോയിന്റ് എന്താണ്, 0 pi by 4. ക്യൂ എന്താണെന്ന് പറയുന്നുണ്ട്, ഒറിജിൻ ആണെന്ന് പറയുന്നുണ്ട്. ക്യൂ എന്ന് പറയുന്നത് എന്താണ്, ഒറിജിൻ. ഒറിജിൻ എന്താ, കോർഡിനേറ്റ് 0 0. ഒറിജിനിലെ കോർഡിനേറ്റ് 0 0 ആണെന്ന് നിങ്ങൾക്ക് ഏറ്റവും ബേസിക് ആയിട്ട് അറിയാവുന്ന കാര്യമല്ലേ. അപ്പൊ രണ്ട് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാ വെക്ടർ കണ്ടുപിടിക്കുന്നത്, നിങ്ങൾ ബേസിക് ആയിട്ട് പഠിച്ചിട്ടുള്ള കാര്യമാണ്. വെക്ടർ എ ബി എന്ന് പറയുന്നത് എന്താണ്, വെക്ടർ എ ബി വെക്ടർ ഒ ബി മൈനസ് വെക്ടർ ഒ എ. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ. വെക്ടർ ഒ ബി മൈനസ് വെക്ടർ ഒ എ, പൊസിഷൻ വെക്ടർ ഇവാലുവേറ്റ്. ഇത് ബി എന്ന് പറയുന്നത് എന്താണ്, ബി എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ. എ എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ. വെക്ടർ എ ബി എന്ന് പറയുന്നത് ഒ ബി മൈനസ് ഒ എ. ഒ ബി എന്ന് പറയുന്നത് ബിയുടെ പൊസിഷൻ വെക്ടർ, ഒ എന്ന് പറയുന്നത് എയുടെ പൊസിഷൻ വെക്ടർ. അത് നിങ്ങൾ +2 വെക്ടേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് പഠിക്കുന്നതാണ്. അപ്പൊ അതനുസരിച്ച് വെക്ടർ പി ക്യൂ എന്തായിരിക്കും, വെക്ടർ പി ക്യൂ എന്ന് പറയുന്നത് ഒ ക്യൂ മൈനസ് ഒ പി. ഇതാണ് ജനറലി വെക്ടർ പി ക്യൂ എന്ന് പറയുന്നത്, ഒ ക്യൂ മൈനസ് ഒ പി. സോ ഇത് എന്താണ്, ഒ ക്യൂ എന്താണ്, ക്യൂവിന്റെ പൊസിഷൻ വെക്ടർ. ക്യൂവിന്റെ പൊസിഷൻ വെക്ടർ ഇയാളുടെ കൂടെ ഐ ജെ കെ ചേർത്താൽ മതിയല്ലോ. ഇവിടെ ഐ ജെ മതി. 0i പ്ലസ് 0j മൈനസ് ഒ പി എന്ന് പറയുന്നത് എന്താണ്, പിയുടെ പൊസിഷൻ വെക്ടർ. പിയുടെ പൊസിഷൻ വെക്ടർ എന്താണ്, കോർഡിനേറ്റിന്റെ കൂടെ ഐ ജെ ചേർത്താൽ മതി. 0i പ്ലസ് പൈ ബൈ 4j. ഓക്കെ ആണല്ലോ. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇതെല്ലാം 0 ആണല്ലേ. എന്ത് മാത്രമേ ഉള്ളൂ, -π/4j മാത്രമേ ഉള്ളൂ. -π/4j ശരിയല്ലേ. മൈനസ് ഇത് 0 ആണ്. മൈനസ് ഇൻറ്റു പ്ലസ് -π/4j. അപ്പൊ ഇതാണ് നമ്മുടെ വെക്ടർ പി ക്യൂ എന്ന് പറയുന്നത്. വെക്ടർ പി ക്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ജോലി. എന്താണ്, വെക്ടർ പി ക്യൂ കണ്ടുപിടിക്കുക. അപ്പൊ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ വെക്ടർ എന്ന് പറയുന്നതിന്റെ സംഭവം നമുക്ക് കിട്ടി. 2 പോയിന്റ്സ് തന്നാൽ അതിന്റെ വെക്ടർ കണ്ടുപിടിക്കാൻ നിങ്ങൾ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്. +2 ഇഷ്ടത്തിന് ചെയ്തിട്ടുള്ളതാണ്. 2 പോയിന്റ്സ് തന്നിട്ട് വെക്ടർ, ആ 2 പോയിന്റ്സ് കണക്ട് ചെയ്യുന്ന വെക്ടർ. വെക്ടർ എ ബി ആണെങ്കിൽ ഒ ബി മൈനസ് ഒ എ, വെക്ടർ പി ക്യൂ ആണെങ്കിൽ ഒ ക്യൂ മൈനസ് ഒ പി. സോ ഒ ക്യൂ എന്ന് പറയുന്നത് ക്യൂവിന്റെ പൊസിഷൻ വെക്ടർ, ഒ പി എന്ന് പറയുന്നത് പിയുടെ പൊസിഷൻ വെക്ടർ. ആ പൊസിഷൻ വെക്ടർ ആണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. പൊസിഷൻ വെക്ടർ, ഒരു കോർഡിനേറ്റ് തന്നിട്ട് പൊസിഷൻ വെക്ടർ എഴുതാൻ നമുക്കറിയാം. എക്സ് വൈ ഇസഡ് കോർഡിനേറ്റ്സിന്റെ കൂടെ കറസ്പോണ്ടിംഗ്ലി ഐ ജെ കെ കൊടുത്താൽ എനിക്ക് പൊസിഷൻ വെക്ടർ കിട്ടും. ഓക്കെ അല്ലേ.
അപ്പൊ എനിക്ക് എന്ത് കിട്ടി? വെക്ടർ പി ക്യൂ കിട്ടി. അപ്പൊ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ പി ക്യൂ എന്ന് പറയുന്നതിന്റെ വെക്ടർ പി ക്യൂ കിട്ടി. ഇനി എനിക്ക് ഡൈവർജൻസിന്റെ ഫോർമുല, ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ ഫോർമുല എന്താണ്? ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് in the direction of vector A is calculated by using the formula del f vector A by modulus of vector A. del f dot ആണ്. അപ്പൊ എനിക്ക് del f വേണം, വെക്ടർ A വേണം, മോഡുലസ് ഓഫ് വെക്ടർ A വേണം. ഹിയർ എന്താണ്? വെക്ടർ പി ക്യൂ ആണ്. അപ്പൊ A വേണ്ട, A മാറ്റി എല്ലാം പി ക്യൂ ആക്കി. കാരണം ഒരു ക്വസ്റ്റ്യനിൽ പറയുന്ന വെക്ടർ പി ക്യൂ അല്ലേ. സോ ഡൈവർജൻസ് ഓഫ് എഫ് along the direction of vector PQ is del f into vector PQ by modulus of vector PQ. ഓക്കെ ആണല്ലോ. സോ അപ്പം എ മാറ്റി പി ക്യൂ ആക്കിയെന്നേ ഉള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പൊ പി ക്യൂ എൻ്റെ കയ്യിലുണ്ട്, അതിന്റെ മോഡുലസ് ഞാൻ കണ്ടുപിടിക്കണം. മോഡുലസ് ഓഫ് പി ക്യൂ കൂടെ കണ്ടുപിടിച്ച് വെക്കുക. മോഡുലസ് ഓഫ് പി ക്യൂ എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് ഐയുടെ കോയിഫിഷ്യന്റിന്റെ സ്ക്വയർ പ്ലസ് ജെയുടെ കോയിഫിഷ്യന്റിന്റെ സ്ക്വയർ പ്ലസ് കെയുടെ കോയിഫിഷ്യന്റിന്റെ സ്ക്വയർ. ജെയുടെ കോയിഫിഷ്യന്റ് മാത്രമല്ലേ ഉള്ളൂ, അപ്പൊ അത് മാത്രമല്ലേ ഉള്ളൂ സ്ക്വയർ ചെയ്യാൻ. -π/4ന്റെ സ്ക്വയർ, -π/4ന്റെ സ്ക്വയർ. ഓക്കെ ആണല്ലോ. മൈനസിന്റെ സ്ക്വയർ പ്ലസ് പൈയുടെ സ്ക്വയർ പൈ സ്ക്വയർ, 4ന്റെ സ്ക്വയർ 16, പൈ സ്ക്വയറിന്റെ റൂട്ട് പൈ, 16ന്റെ റൂട്ട് 4. ആൻസർ എന്ത് കിട്ടി? π/4 കിട്ടി. സോ മോഡുലസ് ഓഫ് പി ക്യൂ എന്ന് പറയുന്നത് എന്താണ്? π/4. ക്ലിയർ? ഇതൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. ദെൻ അപ്പൊ വെക്ടർ പി ക്യൂ ആയി, മോഡുലസ് ഓഫ് വെക്ടർ പി ക്യൂ ആയി. നെക്സ്റ്റ് ഇനി എന്ത് വേണം? എനിക്ക് എന്തിന്റെ കുറവ് മാത്രമേ ഉള്ളൂ? del f-ന്റെ കുറവ് മാത്രമേ ഉള്ളൂ ആൻസർ ചെയ്യാനായിട്ട്. അപ്പൊ del f-ന്റെ പരിപാടി നോക്കാം. del f is equal to ഫോർമുല എന്താണ്? fxi plus fyj plus fxk. This is equal to ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് f of xy എന്താണ്? f of xy എന്ന് പറയുന്നത് e raised to x sec y ആണ്. e raised to x sec y. ഓക്കെ. fx എന്ന് പറയുമ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഓൺലി. അപ്പൊ എക്സ് ഉള്ളവരെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എന്ത് തന്നെയാണ്? ഇ റൈസ് ടു എക്സ് തന്നെ. അപ്പൊ അവിടെ സീക് വൈ കോൺസ്റ്റന്റ് ആണ്, കാരണം സീക് വൈക്കകത്ത് എക്സ് ഇല്ലല്ലോ. ഐ പ്ലസ് എഫ് ഐ എന്ന് പറയുമ്പോൾ വൈ ഉള്ളവരെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി, ബാക്കി എല്ലാവരും കോൺസ്റ്റന്റ്. ഇ റൈസ് ടു എക്സ് കോൺസ്റ്റന്റ് ആണ്, മാറ്റി നിർത്തണം. സീക് വൈയുടെ ഡെറിവേറ്റീവ് എന്താണ്? സീക് വൈ ടാൻ വൈ. ഇ റൈസ് ടു എക്സ് മാറ്റി നിർത്തി, സീക് വൈയുടെ ഡെറിവേറ്റീവ് സീക് വൈ ടാൻ വൈ. കാരണം സീക് എക്സിന്റെ സീക് എക്സ് ടാൻ എക്സ് ആണ്. അപ്പൊ സീക് വൈയുടെ സീക് വൈ ടാൻ വൈ വിത്ത് റെസ്പെക്ട് ടു വൈ ആകുമ്പോൾ പ്ലസ് അവന്റെ കൂടെ ജെ ചേർക്കണം, പ്ലസ് എഫ് ഇക്സഡ്. എഫ് ഇക്സഡ് എന്ന് പറയുമ്പോൾ ഇക്സഡ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇതിനകത്ത് ഇക്സഡ് നിങ്ങൾ കാണുന്നേ ഇല്ല, അപ്പം മൊത്തത്തിൽ കോൺസ്റ്റന്റ് ആണ്. വിത്ത് റെസ്പെക്ട് ടു എക്സഡ് ഡെറിവേറ്റീവ് എന്താണ്? 0. ദാറ്റ് ഈസ് 0. ഓക്കെ. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? del f കിട്ടി. അവർ പോയിന്റ് പറയുന്നുണ്ട്. del f അറ്റ് ഏത് പോയിന്റ് ആണ്? പി എന്ന് പറയുന്ന പോയിന്റ്. അറ്റ് ദ പോയിന്റ് എന്താണ്? പി. അപ്പൊ ഞാൻ del f അറ്റ് പി കണ്ടുപിടിക്കണം. del f അറ്റ് പി എന്ന് പറയുന്ന പോയിന്റ് 0 π/4 ആണ്. അപ്പൊ x ഈക്വൽ ടു എക്സ് കോർഡിനേറ്റിന്റെ പ്ലേസിൽ x ഈക്വൽ ടു 0, y കോർഡിനേറ്റിന്റെ പ്ലേസിൽ y ഈസ് ഈക്വൽ ടു എന്താണ്? π/4. സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ del f അറ്റ് x ഈക്വൽ ടു 0, y ഈക്വൽ ടു π/4. അപ്പൊ ഞാൻ ഇതിനകത്ത് x കാണുന്നിടത്തെല്ലാം 0 കൊടുക്കും, y കാണുന്നിടത്തെല്ലാം π/4 കൊടുക്കും. അപ്പൊ e റൈസ് ടു x കണ്ടു 0 കൊടുത്തു, sec y കണ്ടു ഞാൻ π/4 കൊടുത്തു, i പ്ലസ് e റൈസ് ടു x കണ്ടു 0 കൊടുത്തു, sec y കണ്ടു ഞാൻ π/4 കൊടുത്തു, tan y കണ്ടു ഞാൻ π/4 കൊടുത്തു, j 0k ഇനി എഴുതേണ്ട ആവശ്യമില്ല, അത് 0 ആയി പോയി. ഓക്കെ. ഇനി ഇതിന്റെയൊക്കെ വാല്യൂസ് വേണം. എനി നമ്പർ റൈസ് ടു 0 1 ആണ്. അപ്പൊ e റൈസ് ടു 0 എന്തായി പോയി? 1 ആയി പോയി. sec π/4. sec π/4 എന്ന് പറഞ്ഞാൽ 1/cos π/4 ആണ്. cos π/4 എന്താണ്? 1/√2. അപ്പൊ sec π/4 1/√2 തിരിച്ചിടുന്നതാണ്. 1/√2 തിരിച്ചിടുമ്പോൾ എന്ത് കിട്ടും? √2. സോ √2i e റൈസ് ടു 0 1 ആണ്. tan π/4 എന്ന് പറഞ്ഞാൽ tan 45. tan 45 1 ആണ്, അറിയാവുന്ന കാര്യമാണ്. sec π/4 എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു എന്താണ്? √2j. സോ അപ്പൊ √2i പ്ലസ് എന്ത് കിട്ടി? √2j. ഇതിന്റെ വാല്യൂസ് ഒക്കെ സംശയം ഉണ്ടെങ്കിൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം കേട്ടോ. π/4 180/4 45 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പം sec 45 നോക്കുക, sec 45 നോക്കുക, tan 45 ഒക്കെ കാൽക്കുലേറ്റർ നോക്കുക. അല്ലെങ്കിൽ തന്നെ 45 45 90 ട്രയാങ്കിൾ 1:1:√2 റേഷ്യോയിലാണെന്ന് അറിയാവുന്ന ഒരാൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ. ദെൻ directional derivative of f in the direction of vector pq is equal to del f dot pq by mod pq. സോ ഇനി വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. del f ന്റെ പ്ലേസിൽ എനിക്ക് ഇനി എന്ത് കൊടുക്കാം? √2i പ്ലസ് √2j കൊടുക്കാം. ഡോട്ട് വെക്ടർ പി ക്യൂ. വെക്ടർ പി ക്യൂ നമ്മുടെ കയ്യിലുണ്ട്, കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. -π/4j ഡിവൈഡഡ് ബൈ
മോഡുലസ് ഓഫ് വെക്ടർ പി ക്യൂ. മോഡുലസ് ഓഫ് വെക്ടർ പി ക്യൂ എന്താണ്? പൈ ബൈ 4. മോഡുലസ് ഓഫ് വെക്ടർ പി ക്യൂ എന്താണ്? പൈ ബൈ 4. ക്ലിയർ? ദെൻ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? മോളിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ശരിയല്ലേ? ഐയുടെ കോയിഫിഷ്യൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം, ജെയുടെ കോയിഫിഷ്യൻസ് തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് ആണ് ഇത്. ഡോട്ട് പ്രോഡക്റ്റ് ഇവാലുവേറ്റ് അറിയാലോ. ഐയുടെ കോയിഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യണം, ജെയുടെ കോയിഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യണം, കെയുടെ കോയിഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ഐയുടെ കോയിഫിഷ്യന്റ് ഇല്ല, അപ്പം √2 × 0 എന്ന് വരും, അത് 0 ആയി പോകും. ജെയുടെ കോയിഫിഷ്യന്റ് ഉണ്ട് അല്ലെ? ജെയുടെ കോയിഫിഷ്യൻസ് തമ്മിൽ ഗുണിച്ചാൽ ഇവിടെ ജെയുടെ കോയിഫിഷ്യന്റ് എന്താണ്? ഐയുടെ കോയിഫിഷ്യന്റ് ഇവിടെ ഇല്ലല്ലോ, 0 ഐ ആണ്. അപ്പൊ 0 × √2 അത് 0 ആയി പോകും. അതായത് ഐയുടെ കോയിഫിഷ്യന്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ആണ് കിട്ടുന്നത്. ജെയുടെ കോയിഫിഷ്യൻസ് ഗുണിക്കണം. ഇവിടെ ജെ ഉണ്ട്, ഇവിടെയും ജെ ഉണ്ട്. ഇവിടെ ജെയുടെ കോയിഫിഷ്യന്റ് എന്താണ്? √2 ഇൻറ്റു ഇവിടെ ജെയുടെ കോയിഫിഷ്യന്റ് എന്താണ്? -π/4. -π/4. ഓക്കെ ആണല്ലോ. പ്ലസ് ഇവിടെ കെയുടെ കോയിഫിഷ്യന്റ് ഇല്ല, 0. ഇവിടെയും കെയുടെ കോയിഫിഷ്യന്റ് ഇല്ല, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0. അപ്പൊ ഇതെല്ലാം സിംപ്ലി 0 + 0 + എന്ന് പറഞ്ഞാൽ അതൊക്കെ 0 തന്നെയാണ്. ഡിവൈഡഡ് ബൈ ആര് കിടപ്പുണ്ട്? ഒരു π/4 കിടപ്പുണ്ട്. സംശയമൊന്നും ഇല്ലല്ലോ. ഡിവൈഡഡ് ബൈ ഒരു π/4 കിടപ്പുണ്ട്. ആ π/4ഉം ഈ π/4ഉം കൂടെ ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി എന്തുണ്ട്? ഒരു മൈനസ് ഉണ്ട്, √2 ഉണ്ട്. സോ ആൻസർ ഈസ് -√2. ക്ലിയർ? π/4 ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ഒരു മൈനസ് ഉണ്ട്, മൈനസ്. ആ മൈനസ് എഴുതിയിട്ട് വേണം √2 എഴുതാൻ. ഓക്കെ, സോ ആൻസർ ഈസ് -√2. അപ്പൊ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ പി ക്യൂ എനിക്ക് എന്ത് കിട്ടി? -√2. യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ അപ്പൊ നമുക്ക് നേരെ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ അപ്പൊ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഈ ക്വസ്റ്റ്യനും പ്രീവിയസ് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. Find the directional derivative of f of x y z is equal to e raised to x y z at the point 1, 1, 1 in the direction of unit vector along x axis. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യനകത്ത് വെക്ടർ തന്നിട്ടുണ്ടായിരുന്നു, രണ്ടാമത്തെ ക്വസ്റ്റ്യനകത്ത് വെക്ടർ പി ക്യൂ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വന്നു. ഈ ക്വസ്റ്റ്യനകത്തും അവർ ഡയറക്റ്റ് എലോങ് ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ തന്നിട്ടില്ല, പക്ഷെ ഒരു ക്ലൂ തന്നിട്ടുണ്ട്. ഇൻ ദി ഡയറക്ഷൻ ഓഫ് യൂണിറ്റ് വെക്ടർ അലോങ് എക്സ് ആക്സിസ്. എന്താ യൂണിറ്റ് വെക്ടർ അലോങ് എക്സ് ആക്സിസ് എന്ന് പറയുന്നത്? യൂണിറ്റ് വെക്ടർ അലോങ് എക്സ് ആക്സിസിനെ വിളിക്കുന്ന പേരെന്താണ്? ഐയെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് വെക്ടർ അലോങ് എക്സ് ആക്സിസ്. ജെ യൂണിറ്റ് വെക്ടർ അലോങ് വൈ ആക്സിസ്, കെ യൂണിറ്റ് വെക്ടർ അലോങ് ഇക്സഡ് ആക്സിസ്. ഇത് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ചാണ്. എക്സ് ആക്സിസിന്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടറിനെ വിളിക്കുന്ന പേരാണ് ഐ, വൈ ആക്സിസിന്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടറിനെ വിളിക്കുന്ന പേരാണ് ജെ, എക്സഡ് ആക്സിസിന്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടറിനെ വിളിക്കുന്ന പേരാണ് കെ. ഇതൊക്കെ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പഠിപ്പിച്ച കാര്യങ്ങളാണ്. സോ എക്സ് ആക്സിസിന്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഐ. So in the direction of unit vector along x-axis, what is unit vector along x-axis? I. ഇപ്പൊ in the direction of vector a എന്നല്ലേ ജനറലി നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ വെക്ടർ a എന്ന് വിളിക്കുവാണ്. വെക്ടർ a is equal to എന്താണ്? I. നമ്മുടെ ഫോർമുല എന്താണ്? ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് f along the direction of vector a is equal to del f dot vector a by modulus of vector a. ഇതാണ് നമ്മുടെ ഫോർമുല. വെക്ടർ a ആയിട്ടുണ്ട്, മോഡുലസും കൂടെ കണ്ടുപിടിക്കാം. മോഡുലസ് ഓഫ് വെക്ടർ എന്താണ്? റൂട്ട് ഓഫ് ഐയുടെ കോയിഫിഷ്യന്റിന്റെ സ്ക്വയർ 1 ആണ്. ജെയുടെ കോയിഫിഷ്യന്റ് ഇല്ല, കെയുടെ കോയിഫിഷ്യന്റ് ഇല്ല, √1 എന്ത് തന്നെയാണ് 1. പ്ലസ് ഓർ മൈനസ് 1 കെട്ടി എഴുതരുത്, കാരണം മോഡുലസ് ആണ്. സോ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇൻ അലോങ് ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ ഈസ് ഈക്വൽ ടു del f ഡോട്ട് വെക്ടർ a ബൈ മോഡുലസ് ഓഫ് വെക്ടർ a. അപ്പം വെക്ടർ a ആയിട്ടുണ്ട്, മോഡുലസ് ഓഫ് വെക്ടർ a ആയിട്ടുണ്ട്. ഇനി del f at 1, 1, 1 കണ്ടുപിടിക്കേണ്ട ജോലി മാത്രമേ ഉള്ളൂ. del f ന്റെ ഫോർമുല എന്താണ്? del f is equal to fxi plus fyj plus എന്താണ്? fxd k. അതായത് partial derivative of f with respect to xi plus partial derivative of f with respect to yj plus partial derivative of f with respect to zk. partial derivative of f with respect to x എന്ന് പറയുന്നത് നമ്മുടെ f ഒന്ന് എഴുതിയിട്ടാണ്. f എന്ന് പറയുന്നത് എന്താണ്? e raised to x y z ആണ്. partial derivative of f with respect to x. അപ്പൊ എനിവേസ് നമ്മുടെ പുറത്ത് കിടക്കുന്ന ഫംഗ്ഷൻ എക്സ്പോണൻഷ്യൽ ആണ്, അത് ആദ്യം എഴുതണം. e raised to x y z കഴിഞ്ഞില്ല, അകത്ത് കിടക്കുന്ന ഫംഗ്ഷനെ x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. x y z നെ x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x ന്റെ ഡെറിവേറ്റീവ് 1 ആയി പോകും, ബാക്കി എന്തുണ്ട്? y z ആയി പ്ലസ് fy എന്ന് പറയുമ്പോഴത്തേക്കിനും ഈ f നെ y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എനിവേസ് നമ്മൾ e റൈസ് ടു യുടെ ഡെറിവേറ്റീവ് എടുക്കണം, എക്സ്പോണൻഷ്യലിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. e റൈസ് ടു x y z കഴിഞ്ഞില്ല, അകത്ത് കിടക്കുന്ന ഫംഗ്ഷനെ y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y യുടെ ഡെറിവേറ്റീവ് 1 ആയി പോകും, ബാക്കി എന്തുണ്ട്? x z കോൺസ്റ്റന്റ് ആയിട്ടുണ്ട് j പ്ലസ് ഇനി എന്ത് ചെയ്യണം? ലോജിക്ക് ഇവിടെ കിട്ടിയോ? ഈ ഫംഗ്ഷനെ z വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എക്സ്പോണൻഷ്യലിന്റെ ഡെറിവേറ്റീവ് തീർച്ചയായിട്ടും എടുത്തേ പറ്റത്തുള്ളൂ. e റൈസ് ടു x y z കഴിഞ്ഞില്ല, അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ x y z അവനെ ഞാൻ
ഇക്സഡ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എക്സ് വൈ ഇക്സഡിനെ ഇക്സഡ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് വൈ കോൺസ്റ്റന്റ് ആണ്, ഇക്സഡ് ഡെറിവേറ്റീവ് 1 ആയി പോകും. സോ എന്താണ് എക്സ് വൈ. ഓക്കെ, അപ്പൊ ഞാൻ ഡെൽ എഫ് കണ്ടുപിടിച്ചു. ഡെൽ എഫ് അറ്റ് അവർ പറഞ്ഞിരിക്കുന്ന പോയിന്റിൽ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഡെൽ എഫ് അറ്റ് എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 1, ഇക്സഡ് ഈക്വൽ ടു 1. ശരിയല്ലേ? എക്സ് കോർഡിനേറ്റ് 1 ആണ്, വൈ കോർഡിനേറ്റ് 1 ആണ്, ഇക്സഡ് കോർഡിനേറ്റ് 1 ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഉത്തരം. ഈ ഉത്തരത്തിൽ എക്സും വൈ എക്സും കാണുന്നിടത്തെല്ലാം 1 കൊടുക്കുക. അപ്പൊ എന്ത് വരും? ഇ റൈസ് ടു 1 × 1 × 1 1, ഇ റൈസ് ടു 1 ഈ തന്നെ 1 × 1 എന്ന് പറഞ്ഞാൽ എല്ലാം 1 ആണ്. ഐ ഇ റൈസ് ടു 1 × 1 × 1 1, 1 × 1 1 ജെ പ്ലസ് 1 × 1 × 1 1, 1 × 1 1 തന്നെയാണ്. ഇ റൈസ് ടു 1 × 1 × 1 1, 1 × 1 1. സോ കെ എല്ലാം 1 ആയി പോയി. ശരിയല്ലേ? 1 × 1 × 1 1 ആണ്, ഇവിടെ 1 × 1 1 ആണ്. അങ്ങനെ എക്സ് വൈ എക്സഡ് വന്നെടുത്തെല്ലാം വൈ എക്സ് എക്സഡ് വന്നെടുത്തും എക്സ് വൈ വന്നെടുത്തും വൈ എക്സഡ് വന്നെടുത്തെല്ലാം അത് 1 ആയി പോയി. അപ്പൊ ഇ ഐ പ്ലസ് ഇ ജെ പ്ലസ് ഇ കെ, ഇതാണ് നമ്മുടെ ഡെൽ എഫ്. ഇനിയിപ്പോ നമുക്ക് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ബാക്കിയെല്ലാം ആയിട്ടുണ്ട്. സോ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ എ ഇസ് ഈക്വൽ ടു ഡെൽ എഫിന്റെ പ്ലേസിൽ എനിക്ക് ഇനി എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഇ ഐ പ്ലസ് ഇ ജെ പ്ലസ് ഇ കെ. ഓക്കെ, ഇ ഐ പ്ലസ് ഇ ജെ പ്ലസ് ഇ കെ ഡോട്ട് വെക്ടർ എയുടെ പ്ലേസിൽ എനിക്ക് ഇനി എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ബൈ മോഡുലസ് ഓഫ് വെക്ടർ എയുടെ പ്ലേസിൽ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ മോളിലെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാൻ അറിയാലോ, ഐയുടെ കോയിഫിഷ്യൻസ് തമ്മിൽ ഗുണിക്കണം. ഇവിടെ ഐയുടെ കോയിഫിഷ്യന്റ് 1, ഇവിടെ ഐയുടെ കോയിഫിഷ്യന്റ് ഇ, ഇവിടെ ജെയുടെ കോയിഫിഷ്യന്റ് 0 ആണ്. അപ്പൊ 0 × ഇ 0 ആയി പോകും. ഇവിടെ കെയുടെ കോയിഫിഷ്യന്റ് 0 ആണ്, 0 × ഇ 0 ആയി പോകും. സോ ദ ആൻസർ ഈസ് ഫൈനലി ഇ മാത്രമേ ഉള്ളൂ. സോ അപ്പൊ ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ ഉത്തരം എന്താണ്? ഇ. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം, യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇപ്പൊ ഡയറക്ഷണൽ ഡെറിവേറ്റീവിലെ കൂടുതൽ ഇമ്പോർട്ടന്റ് പ്രോബ്ലംസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. ദെൻ നമുക്ക് ഡൈവർജൻസിലേക്കും കേളിലേക്കും ലൈൻ ഇന്റഗ്രലിലേക്കും ഒക്കെ കയറാം. ഓക്കെ, സോ അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. ടിൽ ദെൻ ടാറ്റ.